കാസർഗോഡ് ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് സമീപം 1/2 കിലോമീറ്റർ നീളത്തിലാണ് വിള്ളൽ കണ്ടെത്തിയത്. വിള്ളലുള്ള ഭാഗം ടാർ ഒഴിച്ച് മറയ്ക്കാൻ നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് ശ്രമിച്ചതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. മഴ തുടങ്ങിയ ശേഷം കാസർഗോഡ് ജില്ലയിലെ ദേശീയപാതയിലുണ്ടായ 4ാമത്തെ വിള്ളലാണിത്. കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് സമീപത്തെ പാലം മുതൽ പടുവളം വരെ വിള്ളലുണ്ട്. പ്ലാസ്റ്റിക് കൊണ്ട് മറച്ചുവെക്കാനും ടാർ ഒഴിച്ച് തട്ടിക്കൂട്ടി വിള്ളലടയ്ക്കാനും നിർമ്മാണ കമ്പനി ശ്രമം നടത്തി. എന്നാൽ മഴ മാറിയതോടെ വിള്ളൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. 10 കിലോമീറ്ററോളം ദൂരത്ത് ഇങ്ങനെ പൊട്ടിക്കിടന്ന് ഇതിൻ്റെ അകത്തേക്ക് ആഴത്തിലേക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് തന്നെ ഇപ്പോൾ അവരത് അടച്ച് താറ് മെറ്റൽ ഒഴിച്ച് ആ കുഴിക്ക് അടക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിള്ളൽ കണ്ടെത്തിയ ഭാഗത്ത് 10 മീറ്ററോളം മണ്ണിട്ട് കെട്ടിപ്പൊക്കിയാണ് ദേശീയപാത നിർമ്മിച്ചത്. മഴ കൂടുതൽ ശക്തമായാൽ റോഡ് പൂർണ്ണമായി ഇടിഞ്ഞു വീഴുമോ എന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. മറ്റൊരു മറുവശത്തും ഇതേപോലെ സംഭവമുണ്ട്. ആ മറുവശത്തും അവർ ജില്ലിപ്പൊടി ഇട്ടിട്ട് മെറ്റൽ വെച്ചിട്ട് അത് അമർത്തിക്കൊണ്ട് ഒരു പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പണിയൊന്നും ശാശ്വതമല്ല. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാതെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 24 കാസർഗോഡ്.